ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഡൗട്ടാണ് ഇന്ത്യയിലെ ജെന്യുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഹയറിങ് ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ഹയർ ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് 5 അല്ലെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് 5 ക്രൂസ് ഏജൻസികളെ പറ്റിയിട്ടാണ്. അതായത് പല ക്രൂസ് ലൈൻസിനും പല ഹയറിങ് ഏജൻസികളായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഹയറിങ് ഏജൻസികൾ ഉണ്ടെങ്കിലും അതിനകത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള 5 ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ആ 5 പല പല ക്രൂസ് ലൈൻസിന് വേണ്ടിയിട്ടായിരിക്കും ആളുകളെ ഹയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോയൽ കരീബിയൻ എന്ന് പറഞ്ഞൊരു ക്രൂസ് ലൈന് വേണ്ടിയിട്ട് ഒരു ഏജൻസി ആയിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർണിവൽ ക്രൂസ് ലൈനിലേക്ക് ആളുകളെ എടുക്കുന്ന വേറൊരു ഹയറിങ് ഏജൻസി ആയിരിക്കും. അപ്പം ഏതൊക്കെയാണ് ആ ഹയറിങ് ഏജൻസി എന്നും ആ ഹയറിങ് ഏജൻസി ഏതൊക്കെ ക്രൂസ് ലൈൻസിന് വേണ്ടിയിട്ടാണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യം വരുന്നത് എയർബോൺ ആണ്, എയർബോൺ റിക്രൂട്ടിംഗ്. അപ്പം അവരുടെ ഓഫീസ് വരുന്നത് മുംബൈയിലും ഉണ്ട്, ഗോവയിലും ഉണ്ട്. അപ്പം ഈ എയർബോൺ ഏതൊക്കെ ക്രൂസ് ലൈൻസിന് വേണ്ടിയിട്ടാണ് ഹയറിങ് നടത്തുന്നതെന്ന് വെച്ചാൽ അവർ വൈക്കിംഗ് ക്രൂസ് ലൈൻസിന് വേണ്ടിയിട്ട് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ ക്രൂസ് ലൈൻസിലേക്ക് വേണ്ടിയിട്ട് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഡിസ്നി ക്രൂസ് ലൈൻ ഉണ്ട്. അത്യാവശ്യം നല്ല ക്രൂസ് ലൈൻസിലേക്കൊക്കെ എയർബോൺ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവരുടെ സൈറ്റ് ഏതാണ്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഞാനൊരു വീഡിയോ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റ് വന്നിട്ട്. എയർബോൺ റിക്രൂട്ടിംഗ് സെർച്ച് ചെയ്ത് നമുക്ക് അവരുടെ പേജ് കിട്ടും. ഹോം പേജ് ആണ് അപ്പോൾ ഇത്. അപ്പം അവരുടെ ക്ലയൻസ് വന്നിട്ട് കോസ്റ്റ, ഡിസ്നി ക്രൂസ് ലൈൻസ് ഒക്കെയാണ് അവരുടെ ക്ലയൻസ്. അപ്പം ഹോം പേജിൽ തന്നെ ജോബ്സിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആവും. ആ പേജിൽ ഒരുപാട് ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ജോലി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ബാറിൽ വരേണ്ട ജോബ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് ബാർ മാനേജർ സെലക്ട് ചെയ്തു. അതിൽ അസിസ്റ്റൻറ്റ് ബാർ മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന്. അതിനുശേഷം നമ്മൾ നേരെ സൈനപ്പ് ചെയ്യുക, മൊബൈൽ നമ്പർ പാസ്വേഡൊക്കെ അടിച്ചിട്ട് ഡയറക്റ്റ് വെരിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് കാമാക്ഷി ഓവർസീസ് കൺസൾട്ടൻസ് ആണ്. അപ്പോൾ അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് ഗോവയിലാണ്, മഡ്ഗോവനിലാണ് അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത്. അവർക്ക് നമ്മുടെ കൊച്ചിയിലും ഓഫീസുണ്ട്. അപ്പം അവർ ഏതൊക്കെ ക്രൂസ് ലൈൻസിലേക്ക് വേണ്ടിയിട്ടാണ് ആളുകളെ ഹയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തോംസൺ ക്രൂസസ് ഉണ്ട്, ഇപ്പോഴത്തെ മറീല ക്രൂസസ് ഉണ്ട്, MSC ക്രൂസ് ലൈൻ ഉണ്ട്, വെർജിൻ വോയേജസ് ഉണ്ട്, വൈക്കിംഗ് ക്രൂസ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നോർവേജിയൻ ക്രൂസ് ലൈൻസ് ഉണ്ട്. ഇതൊക്കെയാണ് കാമാക്ഷിയുടെ ക്ലയൻസ്. കാമാക്ഷി ഓവർസീസ് കൺസൾട്ടൻസി ഈ പറഞ്ഞ ക്രൂസ് ലൈൻസിന് വേണ്ടിയിട്ടാണ് ആളുകളെ ഹയർ ചെയ്യുന്നത്. അപ്പം അവരുടെ വെബ്സൈറ്റും അതിലൂടെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഇടാവുന്നതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കാമാക്ഷിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. കാമാക്ഷി overseas.com സെർച്ച് ചെയ്താൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ് പേജ് കിട്ടും. അപ്പം ഇതാണ് അവരുടെ പേജ് വരുന്നത്. അപ്പം ഇതാണ് അവരുടെ ക്ലയൻസ് വരുന്നത്. ഓഷ്യാന ക്രൂസസ് ഉണ്ട്, നോർവേജിയൻ ഉണ്ട്, MSC ഉണ്ട്. അപ്പോൾ ഈ കമ്പനിക്കൊക്കെ വേണ്ടിയിട്ടാണ് കാമാക്ഷി ഹയറിങ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ നേരെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പൊസിഷൻ ഓപ്പൺ ആയിട്ടുള്ളത് എത്രയാണെന്ന് കാണിക്കുക. അത് പല സമയത്തും പലതായിരിക്കും. നമ്മൾ ഏത് നമ്മളുടെ ജോലി ഏതാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് ജോലിക്കാണ് നോക്കുന്നതെന്ന് നോക്കിയിട്ട് അത് ഇതിലുണ്ടോ സെർച്ച് ചെയ്യുക. ഉണ്ടെങ്കിൽ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ അടിച്ചിട്ട്. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഹൈറൺ ഇൻ്റർനാഷണൽ ആണ്. അപ്പം ഹൈറൺ ഇൻ്റർനാഷണലിലെ ക്ലയൻസ് എന്ന് വെച്ചാൽ റോയൽ കരീബിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഷിപ്പിലേക്കൊക്കെയാണ് ഹൈറൺ ആളുകളെ ഹയർ ചെയ്യുന്നത്. അതായത് റോയൽ കരീബിയനിലേക്കും സെലിബ്രിറ്റി ക്രൂസ് ലൈനിലേക്കും പിന്നെ കാർണിവൽ ക്രൂസ് ലൈനിലേക്കും ഒക്കെ ആളുകളെ ഹൈറൺ ത്രൂ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ വെബ്സൈറ്റും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാവുന്നതിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹൈറൺ ഇൻ്റർനാഷണൽ സൈറ്റ്. ഹൈറൺ ഇൻ്റർനാഷണൽ എന്ന് സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. ഇതാണ് അവരുടെ ഹോം പേജ് വന്നിട്ട്. റോയൽ കരീബിയൻ, സെലിബ്രിറ്റി, എക്സ്ക്ലൂസീവ്സ്, കാർണിവൽ ഇവരൊക്കെയാണ് ഇവരുടെ ക്ലയൻസ് വന്നിട്ട്. ഹോം പേജിൽ തന്നെ ജോബ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ജോബ്സ് വരും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നമ്മളുടെ ജോലി അതിലുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കി സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ബുച്ചർ അവിടെ കാണിക്കാം. അപ്ലൈ ചെയ്തു. അപ്പോൾ ബുച്ചറിൻ്റെ റിക്വയർമെൻറ്റ്സും റെസ്പോൺസിബിലിറ്റീസും എല്ലാം വേറൊരു പേജിൽ ഇങ്ങനെ കാണിക്കും.
നമ്മൾ അതിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു പേജ് വരും. അവിടെ നമ്മളെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക, CV അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിൽ 4-മതായിട്ട് വരുന്നതാണ് കാർണിവൽ സപ്പോർട്ട് സർവീസ് ഇന്ത്യ അഥവാ CSSI എന്ന് പറയുന്ന ഒരു ഹയറിംഗ് ഏജൻസി ഉണ്ട്. അവർ റിക്രൂട്ട് ചെയ്യുന്നത് ക്രൂസ് കരിയേഴ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെയാണ്. അപ്പം അവർ കാർണിവൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കാർണിവൽ ക്രൂസ് ലൈൻസിൻ്റെ അണ്ടറിൽ വരുന്ന ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ഈ CSSI വഴിയാണ് റിക്രൂട്ടിങ് നടക്കുക. അതായത് അവരുടെ മെയിൻ ക്രൂസ് ലൈൻസ് എന്നൊക്കെ വെച്ചാൽ പ്രിൻസസ്, സീബോണ്, കോസ്റ്റ അഥവാ P&O ക്രൂസസ്, ഇതൊക്കെ ഈ ക്രൂസ് ലൈൻസിലേക്കൊക്കെ CSSI വഴിയാണ് റിക്രൂട്ടിങ് നടക്കുന്നത്. അപ്പം CSSIയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രൂസ് കരിയേഴ്സിലൂടെ എങ്ങനെയാണ് ക്രൂസ് ഷിപ്പിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ക്രൂസ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് അവരുടെ ഹോം പേജ് കിട്ടും. അപ്പം ഇതാണ് അവരുടെ ഹോം പേജ് വന്നിട്ട് ക്രൂസ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം അവിടെ താഴെ ഇതൊക്കെയാണ് അവരുടെ കമ്പനീസ്, ഏതൊക്കെ ഈ ക്രൂസ് ലൈൻസിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ത്രൂ ആപ്ലിക്കേഷൻ ഇടേണ്ടത്. ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ റൂംസ് ഡിവിഷൻ സൂപ്പർവൈസർ, അത് പ്രിൻസസ് ക്രൂസ് ലൈൻസിന് വേണ്ടിയിട്ടാണ് അവരത് ഹയർ ചെയ്യുന്നത്. നേരെ നമ്മൾ അപ്ലൈ ലെവലിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ സൈൻ അപ്പ് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് നേരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ 5-മതായിട്ട് വരുന്നതാണ് ഇൻഡെക്സ്. ഇൻഡെക്സും ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹയറിംഗ് ഏജൻസി തന്നെയാണ്. അപ്പം ഇൻഡെക്സ് ത്രൂ ആളുകളെ ഹയർ ചെയ്യുന്ന ക്രൂസ് ലൈൻസ് കാർണിവലും MSC ഒക്കെയാണ്. അപ്പം അവിടേക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ജോബ് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാണെന്നും ഞാൻ നിങ്ങളെ ഒരു വീഡിയോ ത്രൂ കാണിച്ചു തരാം. അപ്പോൾ അവരുടെ സൈറ്റ് വന്നിട്ട് ഇൻഡെക്സ് കരിയേഴ്സ് എന്നാണ്. ഇൻഡെക്സ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അവരുടെ ഹോം പേജ് കിട്ടും. അപ്പോൾ ഇതാണ് അവരുടെ ഹോം പേജ്. അപ്പം കാർണിവൽ ക്രൂസ് ലൈൻ, MSC ക്രൂസ് ലൈൻ, കോസ്റ്റ ക്രൂസ് ലൈൻ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ഹയറിംഗ് നടത്തുന്നത്. ഇവിടെ ഇമ്മീഡിയറ്റ് വേക്കൻസീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഹയറിംഗ് നടത്തുന്ന വേക്കൻസീസ് ആണത്. അതുകൂടാതെ നമ്മുടെ ജോലി അനുസരിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അവിടെ. ഇതാണ് രജിസ്റ്റർ ജോബ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക, നമ്മുടെ CV അപ്ലോഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിലൂടെ അപ്ലൈ ചെയ്യാം. നമുക്ക് വേണ്ടത് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഹയറിംഗ് ഏജൻസികൾ. അപ്പം ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആരെങ്കിലുമൊക്കെ ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.